ജില്ലാ പ്രസിഡന്റ് സഖാവ് എം തമ്പി, നമ്മുടെ ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത ഈ കേസിന്റെ സംസ്ഥാന സഹാറ് വി ആർ ശാലിനി, നമ്മുടെ സംഘടന സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ ബാബു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കെ ഷാജി, പൊന്നപ്പച്ചേട്ടൻ അടക്കമുള്ള ചക്ലിയാർ അർജുനി വിഭാഗത്തിന്റെ നേതാക്കൾ, ഭാരവാഹികൾ, ഇവിടെ എത്തിയിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, അർജുനിയ ചക്ലിയാർ വിഭാഗത്തിന്റെ ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതിന്റെ പുറത്താണ് പി കെ സിംഗിന്റെ ഒരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിൽ ജനിച്ചു പോയതിന്റെ പേരിൽ തങ്ങൾ ജീവിച്ചിരിക്കുന്ന അത്ര കാലവും വീണ്ടും വീണ്ടും ഞങ്ങൾ ആ ജാതിയിൽ പെട്ടതാണെന്ന് സ്വയം തെളിയിക്കേണ്ടി വരുന്ന ഒരു ദുർവിധി മനുഷ്യ സമൂഹത്തിലുണ്ട് എന്ന് പറയുന്ന ഇന്ന് ആധുനിക കാലത്ത് ചിന്തിക്കാൻ കഴിയില്ല. പട്ടികജാതി വിഭാഗത്തിൽ ജനിച്ചു വളർന്നു പഠിച്ചു ഒരു സമൂഹത്തിൽ ജീവിച്ചു വരുമ്പോൾ ഒരു കാലഘട്ടത്തിൽ സർട്ടിഫിക്കറ്റ് കിട്ടി അതിന്റെ എല്ലാ ആളുകളും നേടിയെടുക്കുമ്പോൾ ഒരു സമയത്ത് വന്ന് ജാതി സർട്ടിഫിക്കറ്റ് പറയുമ്പോൾ നിയമം നിങ്ങൾക്ക് തടസ്സമാണെന്ന് പറയുന്ന ഇരട്ട നീതി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അരുന്ധി ചക്ലിയാർ വിഭാഗം ആ വിഭാഗത്തിൽ അർഹതയല്ലെങ്കിൽ ഇത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? തഹസീൽദാർക്കും വില്ലേജർക്കും സർക്കാർ ശമ്പളം കൊടുത്ത് പണിയെടുത്ത് തീറ്റിപ്പോറ്റുന്ന വിഭാഗം ഇതാ നാട്ടിൽ പോയി അന്വേഷിക്കാതെ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാതെ ഇവർക്കറിയാവുന്ന തെറ്റായ റിപ്പോർട്ട് സർക്കാരിൽ കൊടുത്ത് ഈ വിഭാഗത്തെ അവഗണിക്കുന്ന ഈ നിലപാട് തുടർന്നു പോയാൽ ഇത് ഞങ്ങൾക്ക് അനുവദിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ കുട്ടികളുടെ ജീവിതം, അവരുടെ ഭാവി, അവരുടെ പഠിത്തം എല്ലാം 2-3 വർഷമായി പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഈ സമയത്ത് എത്രയും വേഗം ഇത് കൊടുക്കാനുള്ള സത്വര നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് എത്രയും വേഗം അവസാനിപ്പിച്ച് ഞങ്ങളുടെ വിഭാഗത്തിലേക്ക് മുന്നോട്ട് പ്രയാണത്തിൽ ഈ സമരത്തിന് മുന്നിൽ പി കേസ് എതിർപ്പ് കൊടുക്കുന്ന അറിയിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാത്തിലും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ ഞാൻ നടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ചത് പട്ടികജാതി ക്ഷേമ സമിതിയുടെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് പട്ടികജാതി ക്ഷേമ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി ആർ ശാലിനിയാണ്. നിങ്ങളെ എല്ലാവരുടെയും പേരിൽ സഖാവിന് ഹൃദയമായ നന്ദി അറിയിക്കുകയാണ്. ഈ യോഗത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പട്ടികജാതി ക്ഷേമ സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് എ കെ ബാബു സംസാരിച്ചു. സഖാവിന് നിങ്ങൾ എല്ലാവരും പേരുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ സമരത്തിൽ പങ്കെടുത്ത സംസാരിച്ച പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സഖാവ് പി കെ ഷാജി സംസാരിച്ചു. സഖാവിന് നിങ്ങൾ എല്ലാവരും പേരിൽ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഈ സമരം വിജയിപ്പിക്കുക താലൂക്ക് ഓഫീസിൽ എത്തിയിട്ടുള്ള ചക്ലിയാർ അരുന്ധി വിഭാഗത്തിലെ ജീവിക്കുന്ന സാധാരണ മനുഷ്യർ, അവരുടെ സമുദായത്തിന്റെ നേതാക്കൾ, അവരെ നയിക്കുന്ന നേതാക്കളടക്കമുള്ള ഈ സമരത്തിനായി ചുക്കാൻ പിടിക്കുന്ന ആ പ്രദേശത്തെ പട്ടികജാതി ക്ഷേമ സമിതിയുടെ സഖാക്കൾ സുരേഷ്, ശരവണനടക്കമുള്ള സമുദ്രമടക്കമുള്ള പി കേസിന്റെ നേതാക്കൾ ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ ഫ്ലെക്സ് വെക്കുകയും ഇതിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട ആ വിഭാഗത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സമരത്തെ മുന്നോട്ട് നിന്ന ഈ വിഭാഗത്തിന് മുഴുവൻ നേതാക്കളെ ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ ചുരുങ്ങിയ കോൾ അവസാനിപ്പിക്കുന്നു. സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ അവകാശം, സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ അവകാശം, അവകാശങ്ങൾ നേടിയെടുക്കാൻ, അവകാശങ്ങൾ നേടിയെടുക്കാൻ മുന്നോട്ട്, മുന്നോട്ട്. ഇൻകുലാബ് സിന്ദാബാദ്.
BKS സിന്ദാബാദ്, താലൂക്ക് ഓഫീസ് മാർച്ച് സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, കഴിഞ്ഞ കുറെ കാലങ്ങളായി മൈഗ്രേഷൻ എന്നൊരു പേര് പറഞ്ഞ് മൈഗ്രേഷൻ റൂൾ പറഞ്ഞ് മൈഗ്രേഷൻ പേര് പറഞ്ഞ് മൈഗ്രേഷൻ റൂൾ പറഞ്ഞ് അരുന്ധതിയാർ ചക്കിരൻ വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ കിട്ടാത്തൊരു ജാതി സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നൊരു കോട്ടയത്തെ തഹസീൽദാർ നൽകുക ജാതി സർട്ടിഫിക്കറ്റ് മൈഗ്രേഷൻ ഇല്ലാത്ത ജാതി സർട്ടിഫിക്കറ്റ് അരുന്ധ ചക്കിന് വിഭാഗങ്ങളുടെ കെട്ടിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിച്ചിടാനായിട്ട് മൈഗ്രേഷൻ ഇല്ലാത്തൊരു ജാതി സർട്ടിഫിക്കറ്റ് നൽകിയിടുക. നൽകുക തഹസീൽദാരെ, കോട്ടയത്തുള്ള തഹസീൽദാരെ. ഇല്ല പിറകോട്ട്, ഓരോ അടിയും മുന്നോട്ട്. സൂചന മാത്രം. സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, ഭാവം മാറും. സമരമുഖങ്ങൾ മാറിയിടും. സമരത്തീയായി മുന്നോട്ട്. BKS മുന്നോട്ട്. താലൂക്ക് ഓഫീസ് മാർച്ച് സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്. ഔദാര്യമല്ല. ജാതി സർട്ടിഫിക്കറ്റ് ഔദാര്യമല്ല. ജാതി സർട്ടിഫിക്കറ്റ് ഔദാര്യമല്ല. അവകാശമാണ്. ജാതി സർട്ടിഫിക്കറ്റ് അവകാശമാണ്. ഇൻകുലാബ് സിന്ദാബാദ്. കേരളത്തിലെ ജനസംഖ്യയിൽ 9% വരുന്ന ആളുകൾ പട്ടികജാതി വിഭാഗത്തിലാണ്. 6% വരുന്നത് പട്ടികവർഗ വിഭാഗത്തിലും. ആ 9% ഉൾപ്പെടുന്ന 53 വിഭാഗത്തിൽ ആ വിജ്ഞാപനത്തിനകത്തുള്ള ഒരു ജാതിയിൽപ്പെട്ട വിഭാഗമാണ് അങ്ങ് അരുന്ധതിയാർ ചക്രിയാർ വിഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം എന്ന നിലയിൽ ഏറ്റവും അനുകമ്പാപൂർണമായ സമീപനമാണ് ഏത് താലൂക്ക് ഓഫീസുകളിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എടുക്കാറുള്ളത്.